അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ യൂട്യൂബ് ആരെങ്കിലുമൊക്കെ പുതിയതായി തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പുതിയതായി തുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടോളിട്ടോ മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ എന്താ പറയുക, കുറേ നമ്മൾ വീഡിയോസ് ഇട്ട് പിന്നെ വീഡിയോസ് ഇടാതായിരുന്നുണ്ടെങ്കിൽ നമ്മളെ വാച്ച് അവർ ഫുള്ള് കംപ്ലീറ്റ് താഴത്തേക്ക് തന്നെ പഴയ ലെവലിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എല്ലാവരും ശ്രമിക്കണം. എത്ര വ്യൂസ്, ഇപ്പോൾ ഒരു വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇന്നെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ വീട്ടിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ, നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണം തോന്നിയിട്ട് എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളോട് ഇപ്പോൾ അത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടുമ്പോൾ ആ വാച്ചോറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ ഇടുന്ന കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്കും ചെറിയൊരു കമൻറ്റും ഇടാനൊന്ന് ശ്രമിക്കണം കേട്ടോ. എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് കാര്യമുള്ളൂ. അതുകൊണ്ടാട്ടോ പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, യൂട്യൂബിലുണ്ടായിരുന്ന കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ. യൂട്യൂബ് തുറന്നാൽ തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റ് അവരെന്നെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും അത് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. പിന്നെ ആരും അതിൻ്റെ മേലെ പിടിച്ച് തൂങ്ങൂലെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. ഇനി അവർ തെറ്റ് ചെയ്തത് അവർ സമ്മതിച്ച് അവർ നമ്മളോട് പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അത് പൊരുത്തപ്പെട്ട് കൊടുക്കണമല്ലോ. 5 എത്തിയ മക്കളുടെ ഉമ്മല്ലേ, അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കണം ആ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും. ഇനി അവരെ മേലെ ആരും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ പോകണം. മറ്റേ നമ്മളെ ഈ കുഞ്ഞു വീഡിയോസ് ഇട്ടാലും ആരും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ ഒരു ബഹളത്തിൻ്റെ പിന്നാലെ ആയിരുന്നു. അതുകൊണ്ടുള്ള വ്യൂസും കൂടി ഇല്ലാതായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതന്നെയല്ല സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ഫസ്റ്റ് തന്നെ അത് യൂട്യൂബ് എടുത്താൽ തന്നെ അത് ഫസ്റ്റ് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് കാണാനാവുമല്ലോ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഇന്നുണ്ടായിരുന്നത് നൂൽപുട്ടും സോയാബീൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഞ്ഞാറ്റൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നൂൽപുട്ട്, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നത്. ചപ്പാത്തി, ഭൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. ഭൂരി ഷാമോനിക്ക് ഇഷ്ടമാണ്, മോൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ നൂൽപുട്ട് ആകെ 2 തട്ടേ ഉണ്ടാക്കിയുള്ളൂ. മറ്റേ സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ തിന്നുമല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരാൾക്ക് ഉച്ചക്കാണ് പരീക്ഷ, മോനിക്കാണെങ്കിൽ ഇന്ന് പരീക്ഷ ഇല്ലേനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നെന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ പിടിച്ച് തൂങ്ങാതെ നമ്മളെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുത് കേട്ടോ. നമ്മൾ ഒരാളുടെ ചെറിയൊരു കുറ്റം കണ്ടുപിടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ ആളുകളുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിനൊന്നും ആരും നിൽക്കാതെ നമ്മൾ ഓരോരുത്തരുടെ കാര്യം നോക്കി ജീവിക്കുക അല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വല്ലാതെ തുഴഞ്ഞ് ചെല്ലാതെ നമ്മളെ കാര്യം നോക്കി ജീവിക്കാവും ഏറ്റവും പ്രധാനം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെ, നമ്മളെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയും പരിഹരിക്കുക എന്നല്ലാതെ അതിൽ മൂന്നാമതൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം വലുതാവുക എന്നല്ലാതെ അത് ഒട്ടും സോൾവ് ആവില്ല കേട്ടോ. അനുഭവങ്ങളിലൂടെയാണ് പറയണത്. അത് പിന്നെ അത് ചെറുതുള്ളത് വലുതായി പോകുക എന്നല്ലാതെ അത് നമുക്ക് പിന്നെ അത് തിരുത്താൻ നോക്കിയാൽ അത് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ഇപ്പോഴത്തെ ആളുകൾക്കാണെങ്കിലോ സ്വന്തം കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ തുഴയാനും ചകയാനും നിൽക്കുക അവർക്ക് ഭയങ്കര ഉഷാറാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ റേഷനരി തിന്ന് മടുത്ത കാരണമായിട്ടെന്ന് കുറുവരി വാങ്ങിയിട്ടുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എത്ര കറി നല്ലപോലെ വെച്ചാലും നമ്മൾ ഈ റേഷനരി കുറേ ഇങ്ങനെ തിന്നുമ്പോൾ നമുക്കൊരു ഇതാണ് കേട്ടോ. പിന്നെ പോരാത്ത പ്രാവശ്യം കിട്ടിയ അരി അത്ര നല്ല അരിയല്ല. റേഷനരി ആണെങ്കിൽ നല്ല അരിയായിരുന്നു ഇതുവരെയും കിട്ടിയത്. ഇപ്രാവശ്യത്തെ അരി നമ്മളെ പഴയ റേഷനരി എന്നാൽ നല്ലൊരു ജാതി മണമൊക്കെ ഉള്ള ഒരു സൈസ് അരിയാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു 5 കിലോ കുറുവ വാങ്ങിയിട്ട് അങ്ങനെ ഇന്ന് അത് വെച്ചതാണ് കേട്ടോ. പിന്നെ മാന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് നന്നായി. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ, കുട്ടികൾക്ക് വേറെ മീനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.